ടിക്ടോക്ക് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഇന്ത്യയിൽ നിന്ന് നിരോധിച്ച കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. എന്നാലും പലർക്കും ഒരു സംശയമുണ്ട്. ടിക്ടോക്ക് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് മാത്രമേ റിമൂവ് ചെയ്തിട്ടുള്ളൂ. നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ മാത്രമേ സാധിക്കാതെ വരുന്നുള്ളൂ. എന്നാൽ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ടിക്ടോക്ക് തുടർന്ന് ഉപയോഗിക്കാൻ സാധിക്കുമോ ഇല്ലയോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരുപാട് പേർ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് അധികം നാളൊന്നും ഉപയോഗിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. ടിക്ടോക്കിൻ്റെ ഈ ഒരു നിരോധനം കേന്ദ്ര സർക്കാർ വന്നതോടുകൂടി തന്നെ പലർക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള നോട്ടിഫിക്കേഷൻ മറ്റുമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അതായത് ടിക്ടോക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ടിക്ടോക്ക് നിയമവിരുദ്ധമാണെന്നും ടിക്ടോക്ക് ഇനി നിങ്ങളുടെ ഫോണിൽ ഉപയോഗിക്കാൻ സാധിക്കുന്നില്ലെന്നും ടിക്ടോക്ക് ബാൻ ചെയ്യുന്നതുമൊക്കെയുള്ള ഒരു ഇൻഫർമേഷൻസോട് വരുന്നതായിരിക്കും. അപ്പോൾ ടിക്ടോക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഈ ഒരു ഇൻഫർമേഷൻ വരും, ടിക്ടോക്ക് ബാൻ ചെയ്തിരിക്കുന്നു, അതിൽ ഇനി ഉപയോഗിക്കാൻ സാധിക്കില്ല എന്നുള്ള ഒരു മെസ്സേജ് അവിടെ കാണാൻ സാധിക്കും. ടിക്ടോക്ക് പിന്നെ ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരു ഇൻഫർമേഷൻ, അങ്ങനെ ഒരു ഇത് എല്ലാവർക്കും വന്നുകൊണ്ടിരിക്കുകയാണ്. പലർക്കും ഇപ്പോൾ കിട്ടിക്കാണും. പലരും ടിക്ടോക്ക് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു ഇൻഫർമേഷൻസ് ആയിരിക്കും മിക്കവാറും ഒക്കെ കാണുന്നത്. ജസ്റ്റ് നിങ്ങൾക്ക് ടിക്ടോക്ക് ഉണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ടിക്ടോക്ക് ഇനി ഉപയോഗിക്കാൻ സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇപ്പോഴും ഉപയോഗിക്കാൻ പറ്റുന്നവർക്ക് അറിയുക, 1-2 ദിവസത്തിനകത്ത് വെച്ച് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ടിക്ടോക്ക് നിങ്ങളുടെ മൊബൈലിൽ നിന്നും അൺഇൻസ്റ്റാൾ ചെയ്ത് കളയേണ്ടതായിട്ട് വരും. അങ്ങനെ ഇടുന്നതുകൊണ്ട് യാതൊരുവിധ പ്രയോജനമില്ല, ടിക്ടോക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഫ്രണ്ട്സ്, ഇതൊരു ഇൻഫർമേഷൻസ് ആയിട്ട് കാണുക, മറ്റുള്ളവരുടെ അറിവിലേക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ. അപ്പോൾ